ജനീഷിനി ഗോപൻ ചോദിച്ച സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യത്തിന്റെ ഉത്തരം ജനീഷിന് കിട്ടിയോ? ഈ സോണിയാഗാന്ധിയെ പോയി കണ്ടത് എന്നാണ്? ആരാണ് സോണിയാഗാന്ധിക്ക് പെർമിഷൻ വാങ്ങിക്കൊടുത്തത്? സോണിയാഗാന്ധിക്ക് സ്വർണം കട്ട പോറ്റിയും കട്ട സ്വർണം വാങ്ങിയ ഈ ഗോവർദ്ധന് കൊടുത്ത ഗിഫ്റ്റ് എന്താണ്? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം താങ്കൾക്കുണ്ട്. സ്പെസിഫിക് ക്വസ്റ്റ്യൻസ്. 2019 ഇത്തരത്തിലൊരു കൊള്ള ചെയ്ത ഒരു ഷേഡി ക്യാരക്ടറായിട്ടുള്ള പോറ്റിക്ക് എങ്ങനെയാണ് DGPക്കും മുഖ്യമന്ത്രിക്കും ഒപ്പം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്? മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ടോ? കടകംപള്ളി സുരേന്ദ്രനെ കണ്ടിട്ടുണ്ടോ? ഇവർക്ക് കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ ഗോപനം പറഞ്ഞാൽ മതി. അങ്ങനെ ഗോപനം ഒരു ചോദ്യം വിശദീകരിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയെ കണ്ടത് മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിന് സ്വയം ദുരൂഹത തോന്നുന്നില്ല. സോണിയാഗാന്ധി കണ്ടാൽ അവിടെ ദുരൂഹത തോന്നുന്നു. കടകംപള്ളി സുരേന്ദ്രനെ ജനീഷ്, ഒരു ചെറിയ പ്രശ്നമുള്ളത്, മുഖ്യമന്ത്രിയെ കണ്ടത് എന്തിനാണ്? ഭീമ ജൂബിലി സ്പോൺസർ ചെയ്ത ഗൂർഖ ജീപ്പ് താക്കോൽ കൊടുത്തത് എന്താണ്? എന്നാണ് കൊടുത്തത്? 2025 എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2025 ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 2025 ഈ DGP ചാർജ് എടുത്തതിന് ശേഷമാണ്. താങ്കൾ ചോദിച്ച 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം 2025 മുഖ്യമന്ത്രിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഭീമാ ജൂബിലറിയുടെ ജീപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അപ്പൊ എന്താ എന്നുള്ളതിന് ഉത്തരം നമുക്ക് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കിട്ടി. എന്താണ് കൊടുത്തത് എന്ന ചോദ്യത്തിന് ഉത്തരവും കിട്ടി. ജനീഷ്, താങ്കൾ കൊണ്ടുപോകാൻ ശ്രമം ഉണ്ടായില്ലേ? ജനീഷ്, ഡോക്ടർ അരുൺ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. താങ്കൾക്കും കൃത്യമായ മറുപടിയില്ല. താങ്കൾ അവർ അഡ്വക്കേറ്റ് ചെയ്യാണല്ലോ. 2019 ഇതുപോലെ ഒരു കേസിൽ കളവ് ചെയ്ത ഒരാൾ 2025 വരെ മുഖ്യമന്ത്രിയും DGPയും പങ്കെടുക്കുന്ന സമീപ സ്ഥലങ്ങളിലേക്ക് സ്വതന്ത്രമായി ഇവിടെ കൊള്ളക്കാരനാണെന്ന് തിരിച്ചറിയാൻ ഭരണ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു. ഞാൻ 100% യോജിക്കുന്നു. ശരി ജനീഷ്, നമ്മുടെ മുന്നിൽ 2 കൂടിക്കാഴ്ചകളാണല്ലോ. ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യമന്ത്രിയെ കണ്ടത് എന്താണ്? 2025 കണ്ടത് എന്തിനാണ്? ഗൂർഖ ജീപ്പ് കൊടുക്കാൻ. കൊടുത്തത് എന്താണ്? ഗൂർഖ ജീപ്പ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് കിട്ടിയ ഉത്തരം. തിരിച്ച് സോണിയാഗാന്ധിയെ കണ്ടത് എന്താണ്? കൊടുത്തത് എന്താണ്? അവിടേക്ക് കടന്നു ചെന്ന് ഗൂർഖ ജീപ്പ് കൊടുക്കാനും ഗൂർഖ ജീപ്പിന്റെ സമീപത്തേക്കൊക്കെ ചെല്ലാൻ വേണ്ടി സാധിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ വളരെ ലളിതമായിട്ടല്ല ചോദിച്ചത്. കേരളം ഭരിക്കുന്ന റൂളിംഗ് പാർട്ടിയല്ലേ, ഹോം മിനിസ്റ്റർ അല്ലേ പിണറായി വിജയൻ മുഖ്യമന്ത്രി, DGP അല്ലേ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത്. ഈ ഷേഡി ക്യാരക്ടർ അവിടെ ചെന്നപ്പോ എന്താ ഈ DGPക്ക് മനസ്സിലായില്ല? ഇയാൾ ക്യാരക്ടറാണ്. എന്താ കേരളത്തിന്റെ സംവിധാനത്തിന് മനസ്സിലായില്ല? പിന്നെയാണോ സോണിയാഗാന്ധിക്ക് അവർക്ക് എങ്ങനെ മനസ്സിലാക്കി? എന്ത് തരത്തിലുള്ള ആളാണ്? എങ്ങനെ കോൺഗ്രസിന്റെ കാര്യമല്ലേ ഉള്ളൂ? ജനീഷ് ഉത്തരം പറയില്ല. പറയേണ്ട രാഷ്ട്രീയമായ മറുപടികളിൽ നിങ്ങൾ കിടന്ന് ഉഴപ്പിയിട്ട് നിങ്ങളിപ്പോ സോണിയാഗാന്ധിയെ കണ്ടത് എങ്ങനെയാണ്? അതിന് കണ്ടതിന് ശേഷം സോണിയാഗാന്ധിക്ക് ശബരിമലയിലുമായി ബന്ധപ്പെട്ട ആരുടെയൊക്കെ കൂടെ ഫോട്ടോ എടുത്താലും അതെല്ലാം ഒരു കുറ്റമാണ്. ആളുകൾ കുറ്റവാളിയാണ്. ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ മറുപടി പറയാം. ഫോട്ടോ ഇല്ലെന്ന് അതൊരു പ്രസക്തമായ കാര്യമാണ്. ദില്ലിയിൽ ജനപഥിൽ സോണിയാഗാന്ധിയെ പോയി കണ്ടത് കിട്ടി, എത്ര പണമായി കിട്ടി, എത്ര ക്യാഷായി കിട്ടി പറയാൻ പറ്റൂ? ജനീഷ്, ഞാൻ നേരിട്ട് അങ്ങനെ ചോദിക്കാം. അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ യഥാർത്ഥത്തിൽ ജനീഷ് ശരിവെച്ചത് ശിവൻകുട്ടിയുടെ വാദമാണ്. കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതരായ നേതാക്കന്മാരെ വലിച്ചിഴച്ച് അവിടെ ചർച്ച നടത്താൻ ശ്രമിച്ചാൽ അത് അനുവദിക്കാൻ സാധിക്കില്ല. ശ്രീകുമാർ, അത് അനുവദിക്കാൻ സാധിക്കില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിക്ക് പങ്കുണ്ടാവും.
എങ്ങനെ പറയാൻ ഒരു നിമിഷം, എങ്ങനെ പറയാൻ സാധിക്കും? ഈ സംസ്ഥാനത്തിനകത്ത് ഭരണം നടത്തുന്ന പാർട്ടിയുടെ ഉന്നതമായ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ചർച്ച. അവിടെ നിങ്ങൾ അയാൾ ഏതെങ്കിലും കാലത്ത് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് എങ്ങനെ ചർച്ച നടത്താൻ സാധിക്കും? ഉത്തരവുണ്ട്. ആ ഫോട്ടോ ഉത്തരവുണ്ട്. എനിക്ക് മറ്റു രണ്ടുപേരും പോയി ചർച്ച ചെയ്യണം. ജനീഷ് അത് ഉത്തരം തന്നിട്ടില്ല. ജനീഷ് അത് SIT അന്വേഷിക്കട്ടെ SITക്ക് വിട്ടുകൊടുത്തിരിക്കുക. SITക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. അത് ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ജനീഷ് താങ്കൾ പറഞ്ഞത് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞതിനെ താങ്കൾ സാധൂകരിക്കുന്നു എന്നുള്ളതാണ്. അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. നിങ്ങൾ എന്തിനാ അനാവശ്യമായ രാഷ്ട്രീയ SIT കണ്ടെത്തട്ടെ. നമുക്ക് ഇതെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മാത്രമാണ്. എന്റെ ഭയം ഈ രാഷ്ട്രീയ ജനീഷ് പ്ലീസ്. ശരി ജനീഷ്, ശരി ഗോപാൽ. രണ്ടു ഭാഗവും പറഞ്ഞുകൊണ്ടല്ല ഞാനും തിരിച്ചു പറയും. രണ്ടു ഭാഗവും ശരി ശരി നിങ്ങളുടെ സമയമല്ല. ശരി, ഇനി എനിക്ക് രഞ്ജിത്തിലേക്ക് പോകാം. രഞ്ജിത്തിന് സമയം കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ നമ്മുടെ ചർച്ച അഡ്വക്കേറ്റ് രഞ്ജിത്ത് ഷാ, പ്ലീസ് പ്ലീസ് രണ്ടുപേരും ദയവായി വഴങ്ങൂ. നമ്മുടെ ചർച്ച ആ ഘട്ടത്തിൽ SIT അന്വേഷിക്കട്ടെ എന്ന നിലപാടിൽ നമ്മൾ എത്തി. അതവിടെ നിൽക്കട്ടെ. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാം. അഡ്വക്കേറ്റ് ഇതൊക്കെ SITയുടെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇതെല്ലാം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളാണ്. കടകംപള്ളിയെ മറയ്ക്കാൻ അടൂർ പ്രകാശിനെ കൊണ്ടുവരുന്നു. അടൂർ പ്രകാശിനെ മറയ്ക്കാൻ അടുത്ത പിണറായി വിജയനെ കൊണ്ടുവരുന്നു. പിണറായി വിജയനിലേക്ക് എത്തുമ്പോൾ ജനീഷ് വഴങ്ങൂ. എന്റെ ചോദ്യം അങ്ങ് കേട്ടു എന്ന് തോന്നുന്നു. ജനീഷ് ഒറ്റ മിനിറ്റ് അല്ലെങ്കിൽ ഞാനത് പറയാം. ജനീഷ് പറയേണ്ട ഉത്തരം കൂടി ഞാൻ പറയാം. 8 മിനിറ്റ് ജനീഷ് കേട്ടിരിക്കും. 2 കാര്യങ്ങൾ അതിലുള്ളത്. ഇപ്പോൾ രണ്ടുപേരും 2 സ്ഥലത്ത് പോയത് എന്നോട് ചോദിച്ചത് SITയുടെ പരിധിയിൽ ഈ കാര്യങ്ങൾ വരുമോ എന്നുള്ളതാണ്. വരില്ല എന്നുള്ളത് നമുക്ക് ദർ ഇസ് നോ ഡൗട്ട്. ഇതതിൻ്റെ പരിധിയിലേക്ക് വരേണ്ട ഒരു കാര്യമില്ല. ഒന്നാമത്തെ കാര്യം അത് വരാതിരിക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഐ ആം നോട്ട് എ പൊളിറ്റീഷ്യൻ, പക്ഷേ പൊതുജനത്തിന് തോന്നുന്ന ഒരു യുക്തിയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ CPM അവർ പറയുന്നത് എന്താണ്? അവർ വിശ്വാസികളല്ല. ഇന്ന് തുടക്കത്തിൽ തന്നെ അവർ പറയുന്നുണ്ട് അവരാരും വിശ്വാസികളല്ല. കോൺഗ്രസ്സുകാർ നമ്മൾ വിശ്വസിക്കുന്നത് കോൺഗ്രസ്സുകാർ ദൈവഭക്തരാണ്, വിശ്വാസികളാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അവർ പല കാര്യങ്ങൾക്കും പല രീതിയിൽ പല ഇതിനെ കൊണ്ടുപോകാറുണ്ട്. അവർ ഭയങ്കര ഭക്തരാണെന്നുള്ളതാണ് ഇവരുടെ പ്രതിനിധാനം ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് അവർ കണ്ടിട്ടുണ്ടാവുക. അതങ്ങനെ പല ഫേവേഴ്സിനും വേണ്ടിയിട്ട് ഇങ്ങനൊരു പ്രത്യേകിച്ച് ശബരിമല എന്ന് പറയുന്നത് നമ്മൾ ഡൽഹിയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ശബരിമല ഈസ് എ ഹോട്ട് സെൻസേഷണൽ ടോപ്പിക്. വളരെ വൈകാരികമായിട്ട് പലർക്കും അടുപ്പമുണ്ട്. അവിടുന്ന് പലരും ഇവിടെ വരുന്നതാണ്. അതിനൊരു രാഷ്ട്രീയമുണ്ട്. പല കാര്യങ്ങൾ കൊണ്ടും ആ ശബരിമല അമ്പലത്തിന് പോലും പല സമയങ്ങളിൽ രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. അതിലുള്ള ഒരാളെയാണ് കൊണ്ടുപോയതായിട്ട് പറയുന്നത്. ഇവർ വിശ്വാസികളാണ്. അത് പോകാനുള്ള വേറെ ഒരു മാലഫൈഡ്സും ഇല്ലാതെ തന്നെ പോകാനുള്ള സാഹചര്യങ്ങൾ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഇവർ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടാവും. കോൺഗ്രസ് പാർട്ടീനെ അറിയുകയാണെങ്കിൽ ഈ CPM വിശ്വസിക്കാത്ത CPMൻ്റെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് ജനങ്ങൾക്ക് അതൊരു ചോദ്യചിഹ്നമായി മാറുന്നത്. അത് പ്രത്യേകിച്ച് ഈ ടൈം പീരിയഡിൽ പോകുമ്പോഴാണ് നമുക്ക് അതൊരു ചോദ്യചിഹ്നമായി മാറുന്നത്. ഒന്നാമത്തെ കാര്യം. പിന്നെ എന്നോട് ചോദിച്ച വക്കീൽ എന്നുള്ള നിലയ്ക്ക് എന്നോട് ചോദിച്ച കാര്യം, ഈ അലിഗേഷൻസിലേക്ക് മുഖ്യമന്ത്രിയിലേക്ക് പോയ വിശ്വാസം ബന്ധപ്പെട്ട കാര്യത്തിലല്ല. മുഖ്യമന്ത്രിയുടെ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യം ഞാൻ കോമൺ സെൻസിലാണ് പറഞ്ഞത്. ഞാൻ എനിക്ക് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ ആവശ്യമില്ല. ഇത് അതിന് പറയേണ്ട വാക്കാണ്. ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു. സംസാരിക്കില്ല. എനിക്ക് താല്പര്യമില്ല. പറഞ്ഞു തന്നേ. നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങൾക്ക് ഏത് കാര്യവും പറയാം. അതിന് തെളിവുകൾ കൂടി വേണം എന്നുള്ളതാണ് അതിലുള്ള ഒരു പ്രശ്നം. ആ പ്രശ്നം തെളിവുകളിലേക്ക് പോകുമ്പോൾ അലിഗേഷൻസിലേക്ക് പോകാനുള്ള പടിയല്ല SIT ചെയ്യേണ്ടത്. അവർ ചെയ്യേണ്ടത് ഇതിലേക്കുള്ള ഒഫൻസിലേക്ക് അന്വേഷിക്കുകയാണ് വേണ്ടത്. അതിലേക്ക് പോയാൽ മാത്രമാണ് ഇത് അൾട്ടിമേറ്റ് ഒരു കൾമിനേഷനിലേക്കും അതിലേക്ക് പോയി
ഒരു ഒഫൻസ് ബിൽഡ് ചെയ്ത് കൺവിക്റ്റ് ചെയ്യാൻ റൈറ്റ്ഫുൾ കൺവിക്സിന് കൺവിക്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. അതുകൊണ്ടിട്ടാണ് ഇപ്പോഴും ഹൈക്കോടതി അത് മേൽനോട്ടത്തിൽ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് പട്ടം വിട്ട പോലെ എന്നോ പറന്ന് പല സ്ഥലത്തേക്ക് പോയേനെ, ഈ അലിഗേഷൻസിലേക്ക് വരെ പോയേനെ. ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം SIT ഇതിലേക്ക് പോകേണ്ട ഒരു കാര്യവും ഇല്ല, അത് പോകാൻ പാടില്ല. ഏത് അലിഗേഷൻസിലേക്കാണെങ്കിലും അവർ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിലെ ഒഫൻസിലേക്ക് മാത്രമാണ്, ഒഫൻഡേഴ്സിലേക്കാണ് അവരുടെ ഫൈനൽ റിപ്പോർട്ട് പോകേണ്ടത്. ഓക്കെ, മഹേഷ് പണിക്കർ, നമ്മൾ ചർച്ച അവസാനിക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇനി ED കൂടി രംഗപ്രവേശം ചെയ്യാൻ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി സ്വർണ്ണക്കൊള്ള കേസ് തന്നെ ആവിയാകുമോ? ഒരു തരി സ്വർണം പോലും തിരിച്ചു കിട്ടാത്ത വിധം, ഈ പ്രതികളെ കൃത്യമായി ശിക്ഷിക്കപ്പെടാത്ത വിധം, അങ്ങനെ ഒരു ആശങ്ക താങ്കൾക്കുണ്ടോ ഈ കേസിൻ്റെ ഇതുവരെയുള്ള പോക്ക് കണ്ടിട്ട്? ഇല്ല, തീർച്ചയായിട്ടും. കാര്യം ഇതിനകത്ത് അയ്യപ്പന്റെ ഒരു ഇടപെടലുകളുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പൊ നമ്മുടെ തന്ത്രി അകത്തായ ദിവസം എന്ന് പറയുന്നത് മകരമാസത്തിലെ ഉത്തര നക്ഷത്രമാണ്. ശബരിമലയിലെ പഴയ കാലത്ത് ആറാട്ട് നടന്നിരുന്ന ദിവസമാണ്. ഈ ആറാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവത്തിന് ഈ പള്ളിവേട്ടയൊക്കെ കഴിഞ്ഞ് ആയുധമൊക്കെ കഴുകി രക്തക്കറയൊക്കെ കളയുന്ന ഒരു സംഭവമാണ് ഈ ആറാട്ടം എന്ന് പറയുന്നത്. ആറാട്ട് ദിവസമാണ് അത് ഇപ്പൊ അവർ നടത്തുന്നത് മീനമാസത്തിലെ ഉത്തര നക്ഷത്രത്തിലാണ് ആറാട്ട് നടത്തുന്നത്. കാര്യം അതൊരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടി 2006 കാലഘട്ടത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റിയതാണ്. അപ്പം അതൊക്കെ ഈ ആചാരപരമായ അല്ലെങ്കിൽ ദേവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവിടെ വീഴ്ച സംഭവിച്ചിട്ടുള്ളതിൻ്റെയും അതിന് ദേവൻ കറക്റ്റായിട്ട് അതിന് റിയാക്ട് ചെയ്യുന്നുള്ളതിൻ്റെ യഥാർത്ഥ തെളിവാണ്. അതേ ദിവസമാണ് അവിടുത്തെ മഹാതന്ത്രിയെ കാരാഗ്രഹത്തിനകത്തേക്ക് ഈ പറഞ്ഞ മകരമാസം ഉത്തര നക്ഷത്രത്തിൽ കയറുന്നത്. കാര്യം പഴയ ആറാട്ട് നടന്ന ദിവസം തന്നെയാണ്. അതതിൻ്റെ ഒരു വലിയ കാര്യം. അപ്പം അങ്ങനത്തെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് നമ്മൾ അയ്യപ്പൻ അതിൻ്റെ പുറകെ തന്നെ ഉണ്ട്. ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇതിനകത്ത് മോഷ്ടിച്ച ഈ പാളികൾ തന്നെ, യഥാർത്ഥ പാളികൾ തന്നെ തിരിച്ചു വരും. SITയുടെ അന്വേഷണം ആ ദിക്കിൽ തന്നെ പോകും. ഈ ജയറാം ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പിറകിൽ ഈ അന്വേഷണം പോയി അത് കണ്ടെത്തി അത് പുറത്തു വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെയാണ് അത് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, താങ്കൾ പറഞ്ഞതുപോലെ തുലാമാസത്തിലെ ഉത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കയറി, മകരമാസത്തിലെ ഉത്തരത്തിൽ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറങ്ങാൻ പോവുകയാണ്. അതാണ് ആശങ്ക. Debate with Dr. Arun Kumar.